ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ലെഫ്റ്റിൽ തന്നെ, വീണ്ടും ബാക്ക് ടു ലെഫ്റ്റിൽ അല്ലേ. ഇതിനകത്ത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇന്ന് എൻഡ് വാർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പ്രാവശ്യം ലൈവ് ഇടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുള്ള ഗ്രൈൻഡൊക്കെ ചെയ്ത് വെച്ചേക്കാം ഓൾറെഡി അല്ലേ. പ്രിപ്പയർ ആവാൻ വന്നേക്കുന്ന ഞങ്ങൾ നേരത്തെ റെഡിയായി നിൽക്കാൻ വന്നേക്കുക. നമുക്ക് ഡ്രാഗൺ എഗ് എടുക്കണം. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാ ഷോപ്പിലുണ്ട്, ഐറ്റംസ് എല്ലാം ഷോപ്പിലുണ്ട്. നമുക്ക് ഉണ്ട് പോർട്ടിൽ കണ്ടുപിടിക്കണം. ഡ്രാഗനൊക്കെ ഇല്ല, നമുക്ക് സ്പോട്ടിൽ കണ്ടുപിടിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ ഷോപ്പിലുണ്ട്. സോംബിയെ കൊല്ലാം. ഓക്കെ, സോംബിയുടെ ഹെൽത്ത് ഉണ്ട്. ഇതാണ് നമുക്കൊരു ഭയങ്കര ഫൈറ്റ് ആയിരിക്കണം നമ്മളിപ്പോഴും. നമ്മൾ നേരെ എഗ് എടുക്കാൻ പോവാ. അപ്പം മോബ് ഡ്രോപ്സിൽ പോകണ്ടേ. മോബ് ഡ്രോപ്സിൽ പോകുന്നു. മോബ് ഡ്രോപ്സ് എവിടെ ആയിരുന്നടാ? ഇതിനകത്ത് ഇതുണ്ട്, എന്തായിരുന്നു, എൻട്രപ്പേളുണ്ട്. അതുപോലെ തന്നെ ഇതുമുണ്ട്, ബ്ലേസ് പൗഡറുണ്ട്. ബ്ലേസ് റോഡും ഉണ്ട്. നമുക്ക് സാധനങ്ങളെല്ലാം സെറ്റായി. നമുക്ക് എൻഡി പോകാനുള്ള സാധനങ്ങളെല്ലാം റെഡിയായി. നീ എല്ലാം എടുത്തോ സൈലൻ്റെ? വീണ്ടും ഞാൻ വീണ്ടും ഇൻട്രോഡ്യൂസ് ചെയ്യാം നമ്മുടെ കൂടെ ഉള്ളതെന്ന് സൈലന്റ്. നിങ്ങൾക്കറിയാമെങ്കിലോ, പ്രമുഖ യൂട്യൂബർ. യെസ്, പ്രമുഖ യൂട്യൂബർ. ബെഡും ഷോപ്പിലുണ്ട്. നീ ആ ഇൻവെന്ററി ഫുള്ള് കയറുക, ഷോപ്പ് ഫുള്ള് ക്ലിയർ. ക്രിസ്റ്റലും ഷോപ്പിൽ കിട്ടും. ആ ക്രിസ്റ്റൽ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഷോപ്പിൽ കിട്ടും. പ്രമുഖ യൂട്യൂബർ നമ്മുടെ കൂടെ ഇന്നും ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് എൻഡ് വാറിലേക്ക് നമ്മുടെ പരിപാടികൾ തുടങ്ങാം. എൻഡ് വാർ കറക്റ്റ് സമയം പറഞ്ഞേക്കുന്നത് 12:30. അപ്പം നമ്മൾക്ക് അതിന് മുമ്പ് ഇത് കണ്ടുപിടിക്കണം. എന്തായിരുന്നു? സിറ്റി കണ്ടുപിടിക്കണം. എന്റെ പോർട്ടൽ കണ്ടുപിടിക്കണം. ഇൻവെന്ററി 10 ക്ലിയർ എറിയല്ല. നമുക്ക് പോയിക്കുന്ന എറിഞ്ഞു. എങ്ങോട്ടാ പോയ ഗൈസ്? വാ വാ, എവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞോളാം. വാ വാ ഗൈസ്, നമുക്ക് പോവാം. നമ്മള് എന്റെ കൂടെ വാ, എന്റെ കൂടെ വന്നാൽ മതി. ആ ഫ്ലൈ ഉണ്ടല്ലേ, ഞാൻ മറന്നുപോയി. വേറെ ആണ്ട് കയറിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ രണ്ടുപേരും മാത്രം എഗ് എടുക്കാനുള്ള പ്ലാനായിരുന്നു. അതില്ലാത്തോണ്ടേ നൈസായിട്ട്. പക്ഷെ എടാ എവിടെ പോയി അത് അങ്ങനെ ഫ്രണ്ട്ലി തന്നെ എത്തിയാൽ മതിയായിരുന്നു. നമുക്ക് എഡ് കിട്ടിയാൽ മതിയായിരുന്നു. അല്ലേ, ഇത് കിട്ടിയായിരുന്നു. നമ്മൾ തന്ത്രപരമായിട്ട് നോക്കി കഴിച്ച് നമ്മൾ ഒന്ന് നോക്കി ഞങ്ങൾ തന്നെ എഗ് എടുക്കും. വേറെ ആർക്കും കൊടുക്കില്ല. ഞങ്ങൾക്ക് എഗ് കിട്ടിയില്ലേ പോലും ഞങ്ങൾ എന്ത് കാണിക്കുന്ന അറിയാമോ? എഗ് കിട്ടുന്നവനെ ഞങ്ങൾ തല്ലിക്കൊല്ലും. അല്ലെങ്കിൽ ഞങ്ങൾ അവനെ ഇൻവെന്ററി ഞങ്ങൾ കട്ടെടുക്കും, സ്കാം ചെയ്യും. ഞങ്ങൾ സ്കാം ചെയ്യും അവനെ. എന്നിട്ട് പറയടാ ഇൻവെന്ററി ഇതായിപ്പോയി എന്ന് പറയും. ഇത് നമ്മൾ നേരത്തെ തന്നെ ഉദ്ദേശം മനസ്സിലായില്ലേ? വോയിഡിപ്പോയി, എന്നിട്ട് എഗ് വോയിഡിപ്പോയി ചേട്ടാന്ന് പറയണം. ഒന്നും പറക്കാവുന്നില്ല. നീ ഇവിടെ ചെക്കായോ? ഞാനിവിടെ ചെക്കായി. നീ ചെക്കായി. നമ്മൾ രണ്ട് ചെക്കായി പോയി. ഓക്കെ, നമ്മളെ സാറിനെ കിക്ക് അടിച്ചു വിട്ടു. അയ്യോ, എന്നെ കിക്ക് ചെയ്ത് വിട്ടു. അപ്പോൾ നോക്കട്ടെ, ആക്റ്റീവ് ഗൈസ് വീണ്ടും കയറിയിട്ടുണ്ട്. അത് നമുക്ക് വിഷയമല്ല. ഇതിലൊന്നും നമ്മൾ അതെ അതുണ്ട്. ഇതിൽ നമ്മൾ ആണോ? നമ്മൾ ഇതിൽ തളരുന്ന ആൾക്കാരല്ല ഈസേ. നമ്മൾ ഇതിലും തളരുന്നില്ല. ബിക്കോസ് എനിക്ക് പിങ് കൂടിയിട്ട് നമ്മൾ കളിക്കും. പിങ് കൂടിലാടാ, പിങ് കൂടിയതാടാ, പിങ് കൂടിപ്പോയതാ, വെറുതെ അല്ല. എക്സോൺ കയറി വന്നപ്പോ എല്ലാം കത്തിയിട്ട് എക്സോൺ എന്തോ കാണിച്ചു കേസേ. അവൻ കയറി വന്നപ്പോ നമ്മളെല്ലാം പോയി കേസേ. അതാ പോണം. അവനെന്തോ കാണിച്ചതാ കേസ്. അവൻ ഹാക്ക് ചെയ്താ കേസ് ഞങ്ങളെ. ഞാൻ രണ്ടേയും ഹാക്ക് ചെയ്തവൻ. ഞാനിവിടെ ഇപ്പൊ ഉണ്ട്. പക്ഷെ അനങ്ങണ്ടേ? എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. നമ്മളെ നെറ്റ് കത്തിപ്പോയടാ. റീസ്റ്റാർട്ട് ചെയ്തില്ല. ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അതിന് മുമ്പ് ഏറ്റവും റീസ്റ്റാർട്ട് ചെയ്യട്ടെ. പെട്ടെന്ന് അത് ഇപ്പം ലോഡാവുന്നുണ്ടോ? എപ്പോൾ ചെയ്യാം? അവൻ വന്നപ്പോൾ എന്ത് കാണിച്ച കേസേ? കേസ് ബാക്കി നമ്മള് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാം. 12:30 ആവാറായി. നീ ഇറങ്ങി നോക്കിയോ? ഇല്ല, നീ പോണ. നീ കുറെ പോകണ്ട്. ഇനിയും പോകണ്ട്. കുറെ പോകണ്ട്. ഇങ്ങോട്ടാ പോയി? ഞാൻ പോയി. എനിക്ക് ജീപ്പിട്ടാ സെറ്റ് ചെയ്യാം. അതാണ് നീ വന്നാ മതി. എനിക്കില്ല. നീ റീപ്ലൈ മോഡ് എടുത്തില്ല? നിന്റെ POV മതി. ഞാൻ ഓടുന്ന POV നിനക്ക് കിട്ടുമല്ലോ. ഏത് കുഴപ്പമില്ല. ഓക്കെ, ബാക്ക് ടു നോർമൽ. എടാ, ഇത് പറന്നു പോകാനുള്ള സ്പീഡ് ഇതൊന്നും ഇല്ലടാ. വേൾഡ് പയ്യെ ലോഡാവുള്ളൂ. എന്റെ കൂടെ ഉണ്ടല്ലേ അപ്പൊ നീ? എടാ ഇതായി പോവും. വീണ്ടും നീ കത്തിപ്പോവും. ആ ഫ്രണ്ടിൽ ഈ പോണം. കുറെ പോകണ്ട്. കാണിച്ചോണ്ട് അങ്ങോട്ട് തന്നെ കാണിക്കണേ. ഞാൻ ലോഡ് എനിക്ക് പോകുമ്പോ ലോഡാവുന്നുണ്ട്. നമ്മള് രണ്ടു മാത്രം ഉള്ളതുകൊണ്ട് ലോഡാവുന്നുണ്ടാ. പിന്നെ അല്ലേ, ഇച്ചിരി പതിയാണെങ്കിൽ പോലും, ഇച്ചിരി ചെറിയ ലൈറ്റ് ആണെങ്കിൽ പോലും ലോഡാവുന്നുണ്ട് ഈ ഞങ്ങൾക്ക് സാധനങ്ങൾ. അപ്പൊ നമുക്ക് സ്ട്രോങ് ഹോൾഡ് കാണാൻ പറ്റുമല്ലോ. ഏത് സുന്ദരം രാജ്യന്തരം
കാര്യം അതിന്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പോവാം. ഇങ്ങനെ പോവാം. അങ്ങോട്ട് തന്നെ. അതെ, എൻ്റെ കിട്ടിയില്ലടാ. എനിക്ക് കിട്ടിയില്ല. പോട്ടെ, നമുക്ക് ഉണ്ടാക്കാം. എത്ര വേണം? എത്ര ഉണ്ടാക്കി തരാം നിനക്ക്? എത്ര വേണം ഉണ്ടാക്കി തരാം? എനിക്ക് കിട്ടി. വേണ്ട, 10 ലക്ഷമോ 10 20 ലക്ഷം ഉണ്ടാക്കി തരാം. ഞാൻ റിവേഴ്സ് പോവേണേ. ഞാൻ വണ്ടിക്ക് പോകണേ, പയ്യെ പൊക്കോ, ഞാൻ പുറകെ ഉണ്ടെന്നാലും. നമുക്ക് ട്രിഗ്നോമെട്രി അറിയായിരുന്നേ, ഇത് വെച്ച് അത് വെച്ച് കണ്ടുപിടിക്കാറ്. ട്രിഗ്നോമെട്രി അതെന്താ സംഭവം? അത് വെച്ച് കണ്ടുപിടിക്കാം. പുതിയ ഐഡിയ കേട്ടോ, അറിവാട്ടോ കിട്ടുന്നത്. നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയോ എന്താ ട്രിഗ്നോമെട്രി എന്താ സാധനത്ത്? ട്രിഗ്നോമെട്രി എന്താ? എനിക്കറിയത്തില്ല തലവാ. അത് വെച്ച് ഇതറിയണം, ഈ എൻട്രപ്പേൾ അറിയണം. ആ, എൻട്രപ്പേൾ അറിയണം അല്ലേ? അത് കൊള്ളാം, അത് ഫ്ലാഷ് വാർപ്പ് സ്ട്രോങ് ഹോൾഡ് ഉണ്ട്. ഇല്ല, ഈ വണ്ടിക്ക് വേണം. എറിഞ്ഞതിന്റെ ആംഗിൾ നോക്കണം. എന്നിട്ട് ആംഗിൾ വെച്ച് എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോ നമുക്ക് എൻഡിന്റെ സ്ട്രോങ് ഹോൾഡിന്റെ ലൊക്കേഷൻ കിട്ടും. ഒരു വട്ടം എറിഞ്ഞാൽ മതി. കാൽക്കുലേറ്റഡ്. വെള്ളം ലോഡായില്ലടാ. നിനക്ക് ലോഡായോ? ഇല്ല, ഞാൻ മറ്റേ റെക്രാപ്പിന്റെ വീഡിയോയിൽ കണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ മൂന്നിലുള്ള സത്യം പറഞ്ഞാൽ നമുക്ക് നൈസായിട്ട് പെട്ടെന്ന് ആരെയാ നൈസായിട്ട് നമുക്ക് എടുക്കാം എഗ്. ഓക്കെ, മറ്റേ ഫ്ലൈ ഉണ്ട് നമുക്ക് വേണേ മണ്ടേല് വേണേ നേരെ പൊക്കി നീ വിളിട്ട് പോക്കോ. ഒരു സംഭവം ഉണ്ട് ഇതില്, കീബോർഡിന്റെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡ് ഞെങ്ങും. അങ്ങനെ വെച്ച് പെട്ടെന്ന് ബിൽഡിംഗ്. അമ്പുണ്ടോ അതിന്റെ? അമ്പും ബില്ലും കൈ വെച്ച് പൊട്ടിക്കണ്ടല്ലോ. വേണ്ട, കൈ വെച്ച് പൊട്ടിക്കാല്ലോ. കൈ വെച്ച് പൊട്ടിച്ചാലോ സ്ലാബ് ടോർച്ച് ആവില്ല വാങ്ങി. സ്ലീവ് പൊട്ടിക്കാനോ? ഇത് പൊട്ടിക്കാം. അതല്ല അതിനല്ല, മറ്റേ സംഭവത്തിന്. ഇത് കൈ വെച്ച് പൊട്ടിക്കാനാണ് മറ്റേ സംഭവം. ക്രിസ്റ്റല് നമ്മൾ അമ്മ അറിയുന്നില്ലല്ലോ. നമ്മൾ ജസ്റ്റ് ഇടുന്നു, നമ്മൾ അപ്പത്തിന് ആടുന്നു, നമ്മൾ എടുക്കുന്നു. നേരെ പോണോ? ഇനി പോണം. കൊറേ പോയിക്കൊണ്ടിരിക്കുക. സമയത്ത് കൊറേ പോകുന്നുണ്ട് കൈസേ. ലോഡായി വേണ്ട കേസ് കണ്ടല്ലോ കേസ്. നിങ്ങള് പൊങ്ങി പോണല്ലേ? എന്റെ സ്ക്രീനിലും തോന്നിയതാ ഈ ഗ്യാപ്പിൽ കൂടെ ചെറുപ്പം. ഇത്രയും ദൂരമായിട്ടില്ലേ? തിരിച്ചു പോണ ഇപ്പൊ നമ്മള്? ഇല്ലല്ലോ, നമ്മള് കറക്റ്റ് നേരെ പോന്നെ. നമ്മൾ പോണ അടുത്തോട്ടൊരു ഉണ്ട് കേട്ടാ. നമ്മള് പോണ വഴിയില് എന്റെ നേരെ ഫ്രണ്ടിലും എടുത്തോണ്ട്, മറ്റേ അടിയിൽ കാണാൻ. നേരെ അടിയിൽ എടുത്തനോ? നേരെ ഫ്രണ്ടിലും എടുത്തോണ്ട്. ഒരുത്തനോ? അവൻ സ്ട്രോങ് ഹോൾഡിട്ട് അവിടെയാണ്. അവനെ എങ്ങനെ കാണാം? അവിടെ നോക്ക്. ആ സ്ട്രോങ് ഹോളിൽ പോയി നിൽക്കും. നമ്മൾ എൻ്റെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സ്ട്രോങ് ഹോളിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് എത്തണം. ഒരു വഴിയുണ്ടോ അവിടെ വെച്ചാൽ സ്ട്രോങ് ഹോൾസിലെ കോഡ്സിൽ വന്ന്? വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. വെയിറ്റ് ചെയ്യാം. പയ്യപ്പ കേസ് തന്ത്രപരമായിട്ട് നമ്മൾ ഞങ്ങൾ രണ്ടിന് മാത്രം, വേറെ ആരും അറിയണ്ട കേട്ടോ. ഞങ്ങൾ എഗ് എടുക്കാൻ പോകുന്ന ആരും പറയില്ല അല്ലേ? ലൈവില്ലല്ലോ അല്ലേ? ലൈവാന്നോർത്താ ഈ പറയുന്നത്. ഇനിയും ഫണ്ടിലേക്ക് വന്നോ? കൊറേ പോകുന്ന ഫണ്ടിലേക്ക്. ഇത് ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നണേ. വന്നിട്ടുണ്ട്. സ്ഥലം ലോഡാവൂടാ, പെട്ടെന്ന് ലോഡാവും. ഈ ജസ്റ്റ് ഇങ്ങനെയാണ്. ജസ്റ്റ് ഫുള്ള് അയണിങ് കെട്ട് ഇങ്ങനെ ഇരിക്കും. ഫുള്ള് ഇരിക്കും മറ്റേ നെതറിന്റെ ജസ്റ്റ്. ഇല്ല, അപ്പൊ ആരോ വന്നിട്ടുണ്ട്. ഇങ്ങട്ടാണോ നഗട്ടാണോ? നഗട്ട് ഫുള്ളിരിക്കും. നഗട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കും ചില സമയത്ത്. റെയറായിട്ട് എനിക്ക് താണ്ട് ഫുള്ള് കിട്ടി. റെയറായിട്ട് നിനക്ക് ഭയങ്കര ലക്കാട്ടോ. ലക്ക്. ഞാൻ ട്രാവലെ കണ്ടുപിടിക്കാൻ പോവാ. പോർട്ടൽ കണ്ടുപിടിക്കാൻ പോവാ. ഇതുവഴി പിങ്കി പോയിട്ടുണ്ട്, കാണാം. പെട്ടെന്ന് അയ്യോ
എന്റെ ഫ്ലൈ തീരാറാകുമ്പോ കാണിക്കുമല്ലോ മെസ്സേജ്. ഹലോ ഓക്കെ. ഫ്ലൈറ്റ് തീരാറാകുമ്പോ ടൈം കാണിക്കുമല്ലോ. കാണിക്കും. അവൻ ഓപ്പൺ ആക്കിയെന്ന് വെച്ചാ അവൻ നമ്മളെ വിളിച്ചിട്ട് കൊല്ലും ചിലപ്പോ. നമുക്കത് അവൻ കൊല്ലരുത്, നമുക്ക് സംഭവം കിട്ടണം. ഇനിയും ഫണ്ടിക്ക് പോകുന്നടാ, നീ ഫണ്ടിക്ക് പോയിക്കൊണ്ടിരിക്കുന്നടാ. വേൾഡ് പോർട്ടറിന്റെ വെളിയിൽ വല്ല തന്നെ. ഒരു കാര്യം RTP അടിച്ചിട്ട് പോയാലേ. ആർട്ടി പിടിച്ച് സ്മോളത്ത് ഫോണിന്റെ അടുത്ത് കാണും. പിങ്കി ചത്തില്ലേ ഞാൻ തീപ്പിട്. ഞാൻ പറഞ്ഞില്ലേ അവ ഉണ്ടെന്ന്. വാ തീപ്പിട്. അടിച്ചടിച്ചു. എഗ് ഗൈസ് ചോദിച്ച് മേടിച്ചിട്ടുണ്ട്, തരും നോക്കട്ടെ. ഓക്കെ. വാ TP ഹിയർ. സൈലന്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യട്ടെ. ബ്രോഡ്കാസ്റ്റ് ഓപ്പണിങ് മറ്റേത്തിടണോടാ, ഡിസ്കോഡിൽ കൊണ്ടുവരണോ എൻഡ് ഓപ്പണിങ് പറഞ്ഞ. ആൾക്കാര് വരും. വരട്ടെ, അതിന് മുമ്പ് ലെഗ് എടുത്തിട്ട് പോകുമല്ലോ. എൻഡ് ഓപ്പൺ ഗൈസ്. എടാ ഇവൻ ഡ്യൂപ്പറൊക്കെ ഉണ്ടാക്കിയെന്ന് തോന്നണ കേട്ടാ. എൻ്റെ അടുത്ത കളി നമ്മുടെ കുഴപ്പമില്ല, നമ്മള് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞില്ല കേട്ടില്ല. നീ അത് കയറി മര്യാദക്ക് കയറി, നീ ഫസ്റ്റ് എത്തണം. മാനേജ് വേൾഡ്സ് റിമൂവ് വേൾഡ് ഉണ്ട്. ഓക്കെ ഷോപ്പ് എൻ്റെ ഒബ്സിഡിയം വാങ്ങാൻ കിട്ടുമോ? എടാ എന്തിലെന്താ ഇത്? നിങ്ങളെത്തിയാ? ഞങ്ങളെത്തി. നീ എത്തിയില്ലേ? എഗ് നമുക്ക് നീ വാ എഗ് നമുക്ക് ഇത് പൊട്ടിച്ചോണ്ടിരിക്കുക. മണ്ടേ ബിൽഡ് ചെയ്യണ്ട, അവൻ നമുക്ക് തരുവാ. അവൻ നമ്മുടെ ടീംമേറ്റ് ആയി. ഓക്കെ എടുത്ത് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അവൻ ഫ്ലൈ ഉണ്ട്. മണ്ടയിലൊക്കെ പോകാൻ പറ്റുമോ? ഡ്രാഗനൊക്കെ അല്ലേ കൈസേ. ഇനി പൊട്ടിക്കാനുണ്ടോ? ഇനി നമ്മളെ കളി സെന്റർ കേട്ടെ. ഇതുണ്ടോടാ? ബെഡ് ഉണ്ടോടാ? ബെഡ് വെക്ക്. ബെഡ് പക്ഷേ അവൻ ഇവിടെ വരട്ടെ, പ്രസ് ചെയ്യാൻ വരട്ടെ. അയ്യോ എന്നെ ഇവ ഓട്ടിക്കണ്, ഇവന്മാരെന്നെ ഓട്ടിക്കണ്, കൊല്ലോ അവന്മാരെ. പൊങ്ങി നിൽക്കടാ മണ്ട. ഫുഡില്ല. ഇവിടെ എല്ലാം റെഡി ആയിട്ട് വന്നിരിക്കുന്നത് ഗൈസ്. നമുക്ക് എഗ് നമ്മുടെ സ്വന്തം. വി ഗോട്ട് എഗ്. ഓക്കെ നമ്മളെന്തെങ്കിലും കളിക്കുന്നില്ല. നമുക്ക് കിട്ടിയില്ല ഇവനെ കൊടുത്തിട്ട് പോട്ടാ. നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇവന് കൊടുക്കാം. ഓക്കെ നമുക്ക് കിട്ടില്ല ഇവനെ കൊടുത്തിട്ട് പോട്ടോ. ഇല്ലെങ്കിൽ ഇവന് കൊടുക്കാം. കിട്ടിയില്ലെങ്കിൽ ഇവന് കിട്ടൂലോ. ഈസി ഉണ്ട് ഫൈറ്റ് ആയി പോയി ഗൈസ് ഞങ്ങൾക്ക്. എടാ അവൻ പെർച്ചിയണില്ലല്ലേ. അയ്യോ നീ ആ കമ്പ് കൊണ്ട് വെച്ചോണ്ടാ. അയ്യോ അത് പറഞ്ഞു. നീ ഓപ്സിലും വെച്ചല്ലേ ബിൽഡ് ചെയ്തേ. പാഴ വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചു. വെയിറ്റ് അമ്പറടാ. അവ ഇത്ര മണ്ടയില്ല. ഡ്രാഗനെ കൊല്ലണം.
അയ്യോ തെറിച്ചു പോയി. അയ്യോ പറന്നു പോയതാ. അയ്യോ എനിക്ക് താഴേക്ക് വീണ്ടും പോവാം. താഴേക്കൂടെ പറഞ്ഞു നടക്കാം. മണ്ടേക്കൂടെ പറഞ്ഞു നടക്കണ്ടല്ലോ അവൻ. വെട്ട 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 കള്ള ഡ്രാഗൺ വെള്ളം കുഞ്ഞ്. ഒഴിച്ച് കഴിഞ്ഞാ താന്ന് കള്ള വരും. ഡ്രാഗൺ. ഡ്രാഗൺ അല്ല, ഡ്രാഗന്റെ അപ്പൂപ്പനെ അവനെ മുതൽ കൊല്ലും അല്ല. അതെ അതെ. ഡ്രാഗൻ അപ്പൂപ്പൻ വരട്ടെ കേസ്. ഡ്രാഗനെ ഇപ്പൊ കൊണ്ടു തീർത്തിട്ടുള്ളൂ. നിങ്ങൾ ആരും ഡ്രാഗനെ കൊന്നിട്ട് കണ്ടില്ലെങ്കിൽ കേസ് കൊണ്ടോട്ടെ. ഇതെങ്ങനെയാണ് ഡ്രാഗനെ കൊല്ലുന്നത്? ഹൗ ടു കിൽ എ ഡ്രാഗൻ. ഏറ്റവും മണ്ട എന്തല്ലേ ഈ അടിയിൽ നിന്ന് നിൽക്കുന്ന സ്ഥാനത്ത് നമ്മൾ ഏറ്റവും മണ്ടേ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും താഴെ കണ്ട ആളാ. വെറൈറ്റി ആയിക്കോട്ടെ ഇത്. അതെ, വെറൈറ്റി ഡ്രാഗൻ. ഹൗ ടു കിൽ എ ഡ്രാഗൻ. ഈസി ഈസി. 10-30 പേരുണ്ട് കേട്ടോ. അതെ 30 പേരുണ്ട്. ഇങ്ങനെ ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കി കേട്ടെ. എടാ ആരുടെ കയറി നിന്നടാ, കയറി നിന്നടാ. എടാ പെട്ടെന്ന് ഇറങ്ങാം. ഒരു കാര്യം ചെയ്യാമേ, ഞാൻ ഇവിടെ നിന്ന് വീണ്ടും മറ്റേ നമ്മൾ അടിയിൽ മറ്റേ ടോർച്ചൊക്കെ ഉള്ള നമ്മൾ സെറ്റാക്ക്. പെട്ടെന്ന് സെറ്റാക്ക്. ടോർച്ചൊക്കെ ഷോപ്പിൽ കിട്ടുമല്ല. പെട്ടെന്ന് അടിച്ചു വെക്കണം. ആൾക്കാർ വേറെ ആൾക്കാർ കയറി എത്തി. എടാ ഇമാര് അറിഞ്ഞു വരുന്നുണ്ട്. ടോർച്ച് കിട്ടി. അവനെ അവിടുന്ന് കൊല്ലുവോ? അവനെ കൊല്ലാനോ? ഇവനെ കൊല്ലണെങ്കിൽ ഇവനെ കൊന്നു തീർക്കണ്ടേ. ഇവൻ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. മണ്ടയ്ക്ക് ഉള്ളത് നിങ്ങൾ കൊല്ല്. ഞങ്ങളെ കൊല്ലാണി അങ്ങനെ ഒന്നും ഇല്ലടാ. അതൊക്കെ പണി ഇത് മാത്രമേ ഉള്ളൂ. ഒരു സോഡ് ബിൽഡിനെ പറ്റി വരുമെന്നാണ് ഞാൻ എന്റെ ഒരു ഓർമ്മ. വരേണ്ടതാണ്. ഒരാളെ ഉള്ളൂ. നമ്മൾ 3 പേരും കൂടെ ഉണ്ടെങ്കിൽ അവനെ കൊല്ലാം. നമുക്ക് ഓടിച്ചിട്ടടിക്കാല്ലേ. ഞാൻ ഹൈറ്റ് ലിമിറ്റിലെത്തിയേ. അവിടെ നിന്നായി എഗ് ഏറ്റവും മണ്ടേ കൊണ്ടല്ലേ ഈ ഡ്രാഗൺ. അവിടെ ഡ്രാഗൺ വരൂല. ഡ്രാഗൺ ചാകുന്നില്ലല്ലോ. പന്ന ഡ്രാഗൺ ബ്രോ ഉണ്ടെങ്കിൽ ഇപ്പൊ തീർന്നേടാ. ബ്രോ ഇല്ലാതെ പോയി. അത് ഒരുത്ത എന്റെ എത്തി. മറ്റേ എന്റെ എത്തി. ഓ ഞാൻ ഏറ്റവും മണ്ടേ പോയിരിക്കാം. അപ്പൊ പോയില്ലേ? അയ്യോ ഡ്രാഗനെ കൊല്ലടാ. എടാ നീ മണ്ടേന്ന് സാധനം എഗ് എടുത്തണം. എല്ലാം സാധനം ശ്രമിക്കാം. വേറെ ഒന്നും ചെയ്തില്ല. എഗ് എടുത്തണം. അവൻ എന്നെ വന്ന് കൊല്ലുവോ? അവൻ നിന്നെ കൊല്ലത്തില്ല. നീ എഗ് എടുക്കാൻ മാത്രം നോക്കിയാതെ. എഗ് നമുക്ക് വേറെ ഒന്നും വേണ്ട. നമുക്ക് എഗ് മാത്രം മതി. അപ്പൊ ഞാൻ ഇവിടെ ഒരു റൂം പോലെ ഉണ്ടാക്കാം. ഞാൻ ഇവിടെ റൂം. എടാ എന്നെ കൊല്ലാൻ വന്നു. ആണോ? കയറിരാം. അയ്യോ ആരത്? നൈറ്റ് ഹണ്ടർ. അയ്യോ അവനെ കൊല്ലാൻ വല്ല വഴിയാണ് നോക്കട്ടെ. എടാ നീ അവനെ നിന്നെ കൊല്ലട്ടെ. കുഴപ്പമില്ല. അവൻ കൊല്ലട്ടെ തന്നെ. കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. അക്സെപ്റ്റ് ചെയ്യപ്പെട്ടത്. ഞാൻ അക്സെപ്റ്റ് ചെയ്യണ്ട. വേറെ ഐഡിയ ഉണ്ട്. 12 ഉണ്ട് എൻ്റെ അടുത്ത്. ഞാൻ രാജചന്ദ്രൻ. നീ അവനെ ഓടിക്കുക. നീ വട്ടം കറക്ക്. അവനെ വിട്ട് വട്ടം കറക്ക്. വേറെ ഒന്നും ചെയ്യണ്ട. കൊന്ന ഇതടിക്കുമ്പോ തീരും. വേറെ ഐഡിയ ഉണ്ടല്ലോ. ടോർച്ച്. ഞാൻ എന്റെ പുറക്കടാ. ഞാൻ ഓടി അടക്കാം. ഇവന്റെ ഫ്രണ്ട് ഇവൻ ഭയങ്കര പ്രശ്നമാണല്ലേ. ഇവനെ കിക്ക് ചെയ്തോ. വേറെ എക്സോനെ കൊല്ലടാനോ. കൊല്ലി ടോർച്ച് മേടിച്ചു വേണേ പറയുമ്പോ. ഒന്നും കണ്ടുകൂടാ കേട്ടാ. നിങ്ങള് ഡ്രാഗനെ കൊല്ലല്ലേ കേട്ടല്ല. കൊല്ലൂല. നിങ്ങള് ഡ്രാഗനെ കൊല്ലില്ല. അവൻ വേണം കൊല്ലാൻ. അവൻ കൊല്ലട്ടെ. ഞാൻ കൊല്ലുന്നില്ല. അവന്റെ അടുത്ത് അടിക്കല്ലേന്ന് പറ. റെക്സിന്റെ അടുത്ത് അടിക്കല്ലേന്ന് പറ. അവൻ അടിക്കട്ടെ. ഡ്രാഗനെ കൊല്ലണ്ടെന്ന് പറ. മറ്റവന്റെ നെറ്റത്ത് പോണെന്നൊക്കെ. അപ്പൊ 4 പേരാണ്ട് ഇതിനകത്തുണ്ടോ എന്തില്? ഇതില് മറ്റേ പില്ലർ എവിടെ എനിക്കൊന്നും കണ്ടുകൂടാ. എനിക്കും പില്ലർ കാണുന്നില്ല. അവൻ പില്ലർ പൊട്ടിച്ച് ആക്കി പോടാ. തായ്ക്കോ. ഐഡിയ ഉണ്ട്. റെൻഡർ ഡിസ്റ്റൻസ് കുറവാ. കുറച്ച് പില്ലർ ഞാൻ കണ്ടു. പക്ഷെ പൊട്ടിക്കാൻ എന്റെ ഒന്നുമില്ല. എടാ നൈറ്റ് ഡ്രാഗനെ കൊല്ലല്ലേ എന്ന് പറ. അടിച്ച് ഓടിക്കാൻ പറ്റുമോ? എല്ലാവരും ഉണ്ടോ? ഡ്രാഗനെ കൊല്ലല്ലേ എന്ന് പറ. ഞാൻ ഇവൻ എടുക്കാതെ ഞാൻ നോക്കാം.
ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ കൊണ്ട് ലാവ് ഒഴിച്ചു വെക്കാം. ആളാ നൈസാ. അവിടെ ഫൈറ്റ് ആയി. റെക്സോൺ വേഴ്സസ് അവൻ ഫൈറ്റ് ആയി. റെക്സോൺ ഫൈറ്റ് ആയി. അവിടെ കൊണ്ട് കുറെ ലാവ് അങ്ങ് ഒഴിച്ചു. അത് പോയി. എന്നെ കൊല്ലാൻ വന്ന് അയ്യോ ഇവന് വേറെ പണിയില്ലേ. റെക്സോനായിട്ട് ഫൈറ്റ് എടുത്തടാ. അക്സെപ്റ്റ് ഓടിയായിട്ട് അവന്റെ പുറകുണ്ട് കേട്ടോ. നീ അവനെ എഗ് എടുത്തോളം മറക്കല്ല. അവൻ എന്റെ പുറകുണ്ട്. ഞാൻ ചത്ത എന്നെ ടിപി അക്സെപ്റ്റ് ചെയ്യും. അയ്യോ TP അക്സെപ്റ്റ് ചെയ്യണോ? കമാൻഡ് അടിക്കാൻ പോയപ്പോ എന്നെ കൊല്ലും. അക്സെപ്റ്റ് ചെയ്തു. എന്റെ കൊറേ ഹാർട്ട് പോയി കേട്ടാ. കുഴപ്പമില്ല. ടോർച്ചൊന്നും ഇല്ല കേട്ടാ. നമുക്ക് എഗ് ആണ് മുഖ്യം. ടോർച്ചില്ല. റെഡ്സ്റ്റോൺ അവനെ അടിച്ച അവനെ ഞാൻ വട്ടം കണക്കുണ്ട് ഇവിടെ. റെഡ്സ്റ്റോൺ ടോർച്ച് വെക്കാല്ല. മറ്റേ ടോർച്ച് വെക്ക. സാധാ ടോർച്ച് വാങ്ങി ഉണ്ടാക്ക. റെഡ്സ്റ്റോൺ ടോർച്ചിലും വരുമല്ലേ. ഒരു കാര്യം ചെയ്യാ, അല്ലെങ്കിൽ അവനെ വൺ ഷോട്ട് ചെയ്യോ അല്ലേ? അതാണ് പ്രശ്നം. അവൻ രണ്ടു പേര് അടി കൊള്ളുന്നല്ല പകുതി അടി ആക്കുമല്ലോ വേണ്ടവൻ. റെക്സ് എവിടെ? റെക്സ് ഞാൻ അവനെ ഫൈറ്റ് എടുത്തോണ്ടിരിക്കുക. അവനെ ഫൈറ്റ് എടുത്തോണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ ആർമർ വെച്ച് അവനെ ഫൈറ്റ് എടുക്കുന്നേ. വിസ്പർ ചെയ്യാൻ പറ്റുമോ? അവനെ കൊല്ലണം പറ. അവനെ കൊല്ലാൻ എഗ് കിട്ടത്തില്ലെന്ന് പറ. വിസ്പർ ചെയ്യാൻ സ്പെല്ലിംഗ് എന്തിന്? ഒറ്റയ്ക്ക് ഓക്കെ. വേറെ ഒന്നും വേണ്ട, നമുക്ക് എഗ് മതി. ഫ്ലാഷ് MSG അത് വരണില്ല. എവിടെയാടാ? ഫുഡിനകത്താണോ? എവിടെയാടാ നല്ല ഇത് കിട്ടുന്നേ? മോബ്സ് ഫുഡിനകത്ത് മറ്റേ ഗോൾഡ് ആപ്പിൾ കിട്ടോ? ഇല്ലല്ലേ, ഗോൾഡ് ആപ്പിൾ ഇല്ലല്ലേ. ഇഷ്ടടാ, ഗോൾഡ് ആപ്പിൾ ഇല്ല. ഇവൻ എന്താ പ്രശ്നം? എന്നെ കൊല്ലാൻ വരണേ. നമുക്ക് വേറെ ഒന്നും വേണ്ട, എഗ് കാണില്ല. നമുക്ക് കാര്യം ചെയ്യാം, ഞാൻ ഇല്ലേ അവളെ കൊണ്ട് ഇവൻ എനിക്ക് എന്നെ ഓടിച്ചിട്ടിരിക്കുന്നു. അവനെ വെറുപ്പിക്കണം എനിക്ക്. കൊല്ലാണ്. എഗ്ഗെടുക്കണേ. വേറെ ഒന്നും എടുക്കണേ. എഗ്ഗെടുക്കണേ. എന്നെ വൺ ഷോട്ട് ചെയ്യുന്നേ. കൊന്നവനെ. താഴെയോ? പൊട്ടിക്കാൻ എന്റെ ഒന്നുമില്ല. അടി ടോർച്ച് വെക്കണ്ടേ? ലെഫ്റ്റ് ക്ലിക്ക് അതിനെ ചുമ്മാ എങ്ങനെ ചുമ്മാ ലെഫ്റ്റ് ക്ലിക്ക്. നമുക്ക് കിട്ടിയില്ല, അവനും വേണ്ട. നമ്മുടെ റെക്സോൺ എടുത്തെത്തി. ഞാൻ ചത്ത്. കിട്ടിയാ റെക്സോൺ എടുത്തെത്തി. എഗ് വീണ്ടും തെളിപ്പോട്ടായി. എഗ് അങ്ങോട്ട് പോകാൻ അറിഞ്ഞൂടാ. എഗ്ഗുണ്ട്. ഇതിന് മുമ്പില് എന്റെ മുന്നിലൊന്നുമില്ല. എന്നെ അക്സെപ്റ്റ് ചെയ്യ പെട്ടെന്ന്. ഹലോ, ടോർച്ചില്ല. കത്തി സർവർ കത്തി. അത് കത്തിയല്ല, ഫൈറ്റ് എടുക്കും. വമ്പ ഫൈറ്റ് എടുക്കുന്ന എഗ് ആർക്കും കിട്ടണ്ട. അല്ലെങ്കിൽ ഞാൻ എഗ് കത്തിച്ചു കളയും. നോക്കിക്കോ, പെട്ടെന്ന് TPയോ. ഹലോ, ചെയ്തു. എനിക്ക് ലോഡിങ് കത്തി. എന്റെ നമ്മൾ കത്തിച്ചു. ഇവിടെ എഗ് ടെലിപ്പോർട്ട് കളിക്കുക. എനിക്ക് കിട്ടുന്ന സമയം കൊണ്ട് ടെലിപ്പോർട്ട് ചെയ്ത് കളിപ്പിക്കുക. ഞാനും ലെഫ്റ്റ് ക്ലിക്ക് റൈറ്റ് ക്ലിക്ക് TP ആണ്. റൈറ്റ് ക്ലിക്ക്. നമുക്ക് കിട്ടാളൂ. റെക്സോൺ അല്ലേ നമുക്ക്. കിട്ടിയാ ഇല്ല. ടോർച്ച് വേണടാ, അത്യാവശ്യം ടോർച്ച് വേണ്ട. എന്ത് ലാഗ് അടിച്ചത്? നിങ്ങൾ ലാഗ് അടിക്കാൻ മാത്രം നമ്മൾ എന്ത് ചെയ്തേ? റീസ്റ്റാർട്ട് ചെയ്തില്ല, അത് വേറെ സത്യാവസ്ഥ.
റീസ്റ്റാർട്ട് ചെയ്യുന്നതല്ല നമ്മുടെ മുഖ്യം. നമുക്ക് വേറെ ഒരുത്തനും വന്നു കേട്ടാ, വൈറ്റി ഗെയിമർ 2 എന്ന് പറഞ്ഞ. വെറുതെ അല്ല. ഇറക്കി വിട്ടടാ, ഇറക്കി വിട്ടടാ. അയ്യോ ഗൈസ്, കഷ്ടപ്പെട്ട് ഞങ്ങൾ എന്റെ ഫൈറ്റ് എടുക്കുമായിരുന്നു. ഇറക്കി വിട്ട് ഗൈസ്, ഇവിടെ ഇറക്കി വിട്ടോ, എന്നെ എൻഡിലേക്ക് തിരിച്ചു വിട്ടു. കിട്ടിയില്ല. 900 സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇല്ല, നീ സ്പോണിലുണ്ടോ? നീ എൻഡിലുണ്ടോ? തീപ്പിടാവേ. TPA സൈലന്റ് സൈലേ TPA SHP എസ് അടിച്ചിട്ടുണ്ട്. സൈലന്റ് കിട്ടിയോ? നമുക്ക് കിട്ടിയോ? വേറെ TPS പെട്ടെന്ന് അവിടെ 5 പേര് കയറിയപ്പോ തന്നെ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇതാ സാറ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ കേസ്. ഞാൻ വന്നോണ്ടിരിക്കുക. അയ്യോ, ഞാനത് കളിച്ചോണ്ടിരിക്കാന്ന്. അയ്യോ, എന്നെ ഇറക്കിയിട്ടില്ല. അയ്യോ അയ്യോ അയ്യോ, നീ TP കളിക്കുന്നത് അതല്ല. ഞാൻ എത്ര കയറി വരാം. ഫ്ലൈ ഉണ്ട് കേട്ടോ എനിക്ക്. എഗ് ഓടിപ്പോയോ? എഗ് ഓടിപ്പോയോ? എഗ് ഓടിപ്പോയി. ദോഷം. സെറോ ലാഗ് അടിച്ചു, അതുപോലെ ഞങ്ങൾ ലാഗ് അടിച്ചു, എൻഡിൽ പോയി, ഓടിപ്പോയി. ഞാൻ ഓൾറെഡി കളിച്ചോണ്ടിരിക്കുന്നു സെറോയില്. നമുക്കെല്ലാം തന്നെ ഉണ്ടായതാണ്, നമുക്ക് ഇല്ലാത്തുള്ളൂ. നമ്മളെ ഒന്നും ഗ്രൈൻഡ് ചെയ്യാതെ തന്ത്രമായിട്ട് കയറി വന്നു. ഒന്നും നടക്കത്തില്ല. എഗ് പോയോ? അതാ എഗ് പോയിട്ട് പോയി. എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ പിങ് അടിച്ച് ഇറക്കി വിട്ടു. ഗൈസ് ഒന്നും കാണാൻ പറ്റിയില്ല ഗൈസ്. കുഴപ്പമില്ല, ഒരു ഹാപ്പി എൻഡിങ് അല്ലേ പോലും, അല്ലേ? എനിക്കൊന്നും കാണാൻ പറ്റിയില്ലേ പോലും ഗൈസ്. ചെറിയൊരു സന്തോഷപൂർവമായ എൻഡിങ്ങിലാണ്. ആർക്കും കിട്ടാതെ പോയെങ്കിലും ഗൈസ്. എങ്ങനെ ഗൈസ് കറക്റ്റ് സമയത്ത് ലാഗ് അടിക്കുന്നേ ഗൈസ്? അപ്പം ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ ചേർത്താൻ ഗൈസ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും എഗ് വാസ് ടെലിപ്പോർട്ടഡ് ടു സ്പോണല്ലോ. എഗ് അപ്പൊ ബോഡി പോയി കഴിഞ്ഞ് തിരിച്ചെടുത്തില്ലല്ലോ. ഇല്ല ഗൈസ്. അപ്പോൾ നമ്മുടെ പരിപാടികളും കലാപരിപാടികളും എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇവിടെ ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവർ റീസ്റ്റാർട്ട് ആകാൻ മറന്നുപോയി. വേറെ ഒന്നും കൊണ്ടല്ല ലാഗ് അടിച്ചത്, അല്ലെ? റീസ്റ്റാർട്ട് ആക്കാൻ മാത്രം മറന്നുപോയി. ഒരു പ്രശ്നം കൊണ്ട് ലാഗ് അടിച്ചു. ഞാനിപ്പോൾ സർവേ നിന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. ഇപ്പം റീസ്റ്റാർട്ട് ചെയ്യേണ്ടായിരുന്നു എന്നാണ് ഞാൻ ഇപ്പം മനസ്സാലെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് ലോഗിൻ ചെയ്യാൻ പോലും പറ്റില്ല. എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റിയില്ല. അതെ, കണച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈക്ക് അത് നല്ല ബഹുമതി